من سخطك. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഓതിയതും ഞങ്ങൾ ചൊല്ലിയതും അല്ലാഹുവേ, ഞങ്ങൾ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ് പറഞ്ഞതും പാടിയതും അല്ലാഹുവേ, ഞങ്ങളെ കൂടെ ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് 10,000-കണക്കിന് വീടുകളിൽ നിന്ന് മുത്തുമുമിനീങ്ങളും മുത്തുമുമിനാത്തുകളും ഓതിയതും ചൊല്ലിയതും പാടിയതും പറഞ്ഞതും എല്ലാം ഞങ്ങളെ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ റബ്ബേ. പോരായ്മകളുണ്ടാകും, കുറവുകളുണ്ടാകും. ഞങ്ങൾ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിർ സമാനിനെ ചണ്ടിച്ചവറുകളാണ്. സ്വീകരിക്കണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ലോകത്ത് എമ്പാടുമുള്ള മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാരുടെ ഹദറാത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഒമാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തെ മണ്ണിൽ വിശ്രമിക്കുന്ന ഒരുപാട് അമ്പിയാക്കളുണ്ട്, സ്വഹാബത്തുണ്ട്, താബീങ്ങളുണ്ട്, താബീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്. എല്ലാവരുടെ ഹദറാത്തിലേക്കും എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹാനായ സ്വഹാബി മാസിൻ ഇബ്നു മബൂദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ മദദും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്, സന്താനങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോ ഉപ്പമാർക്കും ഉമ്മമാർക്കും പൊറുക്കണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ കൂടെ ഖുർആനും ദിക്റും സ്വലാത്തും ചൊല്ലിയിരുന്നവർക്കും നീ പൊറുക്കണേ റഹ്മാനേ. ദീർഘായുസ് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്, ആരോഗ്യം തരണേ അല്ലാഹ്. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാക്കണേ അല്ലാഹ്. ബലാ മുസീബത്തുകൾ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. ഒരു ആക്സിഡന്റിലോ അപകടങ്ങളിലോ പെടുത്തല്ലേ അല്ലാഹ്. നടുറോട്ടിൽ ചിന്നിച്ചിതറുന്ന അവസ്ഥ തരല്ലേ അല്ലാഹ്. ഫ്ലൈറ്റുകളിൽ വെച്ച് മരണപ്പെടേണ്ടി വരുന്ന അവസ്ഥ തരല്ല അല്ലാഹ്. എല്ലാ ബലാകളും നീ തട്ടി ദൂരത്താക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരം മണ്ണിനോട് പുരളുന്ന ചിന്ന ഭിന്നമാകുന്ന അവസ്ഥ നീ തരല്ലേ അല്ലാഹ്. തന്ന സമ്പത്തും പണവും മുഴുവനും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ടി വരുന്ന ഗതികേടും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ പുറത്തും അകത്തുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവരുണ്ട്, അവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ റബീഉൽ അവ്വൽ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ എല്ലാവരെയും ഞങ്ങളുടെ ദുആയിൽ നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ അടക്കമുള്ളവർ അല്ലാഹുവേ, അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും മഹദ്ദാദും അസ്മാഉൽ ഹുസ്നയുമെല്ലാം അല്ലാഹുവേ, അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്.
അല്ലാഹുവേ സാധുവായ ഈ വിനീതനിൽ നിന്ന് മരണപ്പെട്ടു പോയ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഇസ്മായിൽ സാദി ഉസ്താദിന്റെ ആരെല്ലാം മരണപ്പെട്ട് ഖബറിലുണ്ടോ അല്ലാഹുവേ അബ്ദുൽ ഖാദിർ എച്ചക്കൽ അല്ലാഹുവേ അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി ഖബറുകളിലാണ്. പ്രത്യേകിച്ച് ഞാൻ സിയാറത്ത് ചെയ്ത അവരുടെ എളാപ്പ അല്ലാഹു ഒരാണ്ട് തികയുകയാണ്. നല്ല മനുഷ്യനായിരുന്നു, മുത്തഖിയായിരുന്നു, പള്ളിയിൽ നിറസാന്നിധ്യമായിരുന്നു. അല്ലാഹുവേ സാദി ഉസ്താദിന്റെ ഉമ്മയടക്കം അല്ലാഹ് എല്ലാവരുടെ ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ ഖുർആനിന്റെ ദിക്റിന്റെ സ്വലാത്തിന്റെ ഹദ്ദാദിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഈ എല്ലാത്തിന്റെയും മുന്തിയ മിസ്ൽ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുത്ത് അല്ലാഹുവേ അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് അവരെ ഖബറിലേക്ക് നീ നൽകണേ അല്ലാഹ്. എത്ര മുത്തുമൂമിനീങ്ങൾ മുത്തുമൂമിനാത്തുകൾ ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയിരുന്നവരുണ്ടായിരുന്നു, ഹദ്ദാദ് ചൊല്ലിയവരുണ്ടായിരുന്നു, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവരുണ്ടായിരുന്നു, സ്വലാത്ത് ചൊല്ലിയവരുണ്ടായിരുന്നു. പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല, ഖബറുകളിലാണ്. അല്ലാഹുവേ ഇതിന്റെ മുന്തിയ മിസ്ൽ സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച എത്രയോ ആളുകൾ ഈ ഒമാനിലും മസ്കറ്റിലും ബറക്കയിലും ഒക്കെ വന്നപ്പോ ഞങ്ങളോട് ദുആ രക്കണേ ഉസ്താദേ എന്ന് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് വിഷയങ്ങൾ, മക്കളെ വിഷയങ്ങളുണ്ട്, ഭർത്താവിന്റെ വിഷയങ്ങളുണ്ട്, ഭാര്യയുടെ വിഷയങ്ങളുണ്ട്, ജോലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അല്ലാഹുവേ ഇഖാമ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, കടം കിട്ടാനുള്ളതുണ്ട്, കൊടുക്കാനുള്ളതുണ്ട്, ജയിലുകളിൽ കുടുങ്ങിയതുണ്ട്. അല്ലാഹുവേ എല്ലാത്തിനും കാമിലായ ആജിലായ പരിഹാരം നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈ മഹത്തായ മദ്രസത്തുൽ ഫലാഹ് അല്ലാഹുവേ ഈ മദ്രസ സംവിധാനം ഈ ബറക്കയിൽ അല്ലാഹുവേ അത് ഉണ്ടാവാനും അതിനു വേണ്ടി ആരെല്ലാം പ്രയത്നിച്ചു അധ്വാനിച്ചുവോ എല്ലാവർക്കും നീ ബറക്കാത്തുകൾ ചൊരിയണേ അല്ലാഹ്. അല്ലാഹുവേ ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിച്ചിരുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പില്ലാതെ ഖബറുകളിലുണ്ടോ സ്വർഗം നൽകണേ റഹ്മാനെ. ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ഇവിടെ ജോലി ചെയ്യുന്നവർക്കും അല്ലാഹുവേ ഇവിടെ പഠിക്കുന്ന മക്കൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, ഖജാൻജിമാര്, ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കാത്തുകളും ചൊരിയണേ അല്ലാഹ്. വലിയ മദ്രസയാക്കണേ അല്ലാഹ്, വലിയ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. പഠിക്കുന്ന മക്കളെയൊക്കെ ലോകോത്തര പ്രതിഭകളാക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല ബുദ്ധിയുള്ള, അദബുള്ള, നല്ല അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഇഖ്ബാൽ ബറക്ക അതിമനോഹരമായ മൗലിദ് സദസ്സ് ഞങ്ങളുടെ നാട്ടിൽ ഈ ബറക്കയിൽ സംഘടിപ്പിച്ചു. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. വലിയ ബറക്കത്ത് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ KCF-ന്റെ ഇന്റർനാഷണൽ കൗൺസിൽ ജനറൽ സെക്രട്ടറിയാണ്. അല്ലാഹുവേ നീയും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാ പ്രവർത്തനങ്ങളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉപ്പ വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്. അല്ലാഹ് അല്ലാഹ് ആ ബാപ്പാക്കും ഉമ്മക്കും നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അതുപോലെ മറ്റൊരു ഉസ്താദ് മുനീർ മദനി ഉസ്താദ്, അവരുടെ ഉമ്മ എല്ലാ ദിവസവും മദനിയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മയാണ്. മദനിയ ഉമ്മാക്ക് വലിയ റാഹത്താണ്, സന്തോഷമാണ്. നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്.
കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക